എല്ലാവർക്കും സ്റ്റഡി ട്രാവൽസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ രണ്ടാമത്തെ യൂണിറ്റ് ഒന്നാമത്തെ ചാപ്റ്ററായ ഹരിയാലി കി ചാവുമേം എന്ന പാഠഭാഗമാണ്. ഹരിയാലി കി ചാവുമേ എന്ന് പറഞ്ഞാൽ പച്ചപ്പിൻ്റെ തണലിൽ എന്നാണ് അർത്ഥം. ഇതൊരു കഥയാണ്. ഹർ എന്നാണ് നമ്മുടെ കഥയുടെ പേര്. പ്രഭാതാണ് ഇത് എഴുതിയിരിക്കുന്നത്. നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. ഖലി ജോ ഖിൽത്തി നഹി ആജ് ഹിൽത്തി ഹിൽത്തി സേത്തി. ചിപ്കിലി എന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ പല്ലി എന്നാണ് അർത്ഥം. ഖലി എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന പൂമൊട്ടാണ് ഖലി എന്ന് പറയുന്നത്. വിരിയാത്ത മൊട്ട്, അതായത് വിരിയാത്ത മൊട്ടായ ചിപ്കിലി എന്ന് പറഞ്ഞാൽ പല്ലി സന്തോഷത്തിലാണ്. ഗിർഗിഡിനെ ഉസേ സഡക് പാർക്കർ അത്തെ ദേക്കാ തോ മുസ്കുരായ. എന്നിട്ട് എന്ത് പറഞ്ഞു? ഹലോ. നമ്മുടെ ഓന്ത് ചിപ്കിലി റോഡ് ക്രോസ് ചെയ്ത് വരുന്നത് കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് ഹലോ പറഞ്ഞു. സഡക് പാർക്കർന എന്ന് പറഞ്ഞാൽ റോഡ് മുറിച്ച് കിടക്കാതെ റോഡ് ക്രോസ് ചെയ്യുക. ഗിർഗിഡ് എന്ന് പറഞ്ഞാൽ ഓന്ത്, മുസ്കുരായ എന്ന് പറഞ്ഞാൽ ചിരിക്കുക. ഹലോ ചിപ്കിലിനെ കഹ. ചിപ്കിലിയും ഹലോ എന്ന് തിരിച്ചു പറഞ്ഞു. തും യഹാം ഗിർഗിഡ് ക ഗല ഫുൽക്കർ പിച്ക. നീ ഇവിടെ? ഓന്ത് തൻ്റെ കഴുത്ത് വീർപ്പിച്ച് ചുക്കിക്കൊണ്ട് ചോദിച്ചു, നീ എന്താ ഇവിടെ? ഗല എന്ന് പറഞ്ഞാൽ കഴുത്ത്, ഫുൽക്കർ എന്ന് പറഞ്ഞാൽ വീർപ്പിക്കുക, പിച്ക എന്ന് പറഞ്ഞാൽ ചുരുക്കുക. തും യഹാം സെ ക്യാ മത്ലബ് ഹേ തുമാര? ചിപ്കിലി ബോലി. നീ ഇവിടെ എന്ന് ചോദിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? മത്ലബ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാണ് അർത്ഥം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. യഹാം ഖലി ഹോനെ. ഖലി എന്ന് പറഞ്ഞാൽ ചിപ്കിലിയാണ്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ ചിപ്കിലി. സൈഡിൽ എഴുതിയിട്ടുണ്ട് ആൻസർ. അപ്പോൾ അവരുടെ സംഭാഷണം, നമ്മുടെ ഓന്തും ചിപ്കിലിയും തമ്മിലുള്ള സംഭാഷണം തുടരുകയാണ്. ദിബാർ പർ രഹനെ വാലിക്കോ സഡക് പർ ദേക്കർ. ഈ ഭിത്തിയിലൊക്കെ ഇരിക്കുന്ന നിന്നെ ഈ റോട്ടിൽ കണ്ടതുകൊണ്ട്. ദിബാർ എന്ന് പറഞ്ഞാൽ ചുമര്, രഹനെ വാലി എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന, ദേക്കർ നോക്കിക്കൊണ്ട്. ഇത്തനാത്തു പുഷ്ബി ജാ സക്തേ ഹെ. ഇത്രയെങ്കിലും ചോദിക്കണ്ടേ? ഈ ഭിത്തിയക്കടെ ഇരിക്കുന്ന നിന്നെ ഈ റോഡിൽ കാണുമ്പോൾ ഇത്രയെങ്കിലും ചോദിക്കണ്ടേ? ഗിർഗിഡിനെ രംഗ് ബദൽത്തേ ഹുയേ കഹ. രംഗ് ബദൽന എന്ന് പറഞ്ഞാൽ നിറം മാറ്റുക, കഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ഗിർഗിഡ് അതായത് ഓന്ത് നിറം മാറ്റിക്കൊണ്ട് ചിപ്കിലിയോട് പറഞ്ഞു. അപ്പം നമ്മുടെ ചിപ്കിലി എന്നാ മറുപടി പറഞ്ഞേ? മേ ആജ് ഹർ ബദൽ രഹി ഹും. ഞാൻ ഇന്ന് വീട് മാറുകയാണ്. ഹർ എന്ന് പറഞ്ഞാൽ വീട്, ബദൽ രഹീഹും എന്ന് പറഞ്ഞാൽ മാറുകയാണ്. ചിപ്കിലിനെ മുസ്കുരാത്തെ ഹുയേ കഹ. ചിപ്കിലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തും ശ്രീമാൻ ഫർഹാദ് കോ തോ ജരൂർ ജാനത്തെ ഹോങ്കെ. ഇതിൻ്റെ അകത്തൊരു കഥാപാത്രം വന്നു. ആരാണ്? ശ്രീമാൻ എന്ന് പറഞ്ഞാൽ മിസ്റ്റർ എന്നാണ്. ഫർഹാദ്, മിസ്റ്റർ ഫർഹാദ്. ജരൂർ തീർച്ചയായും, ജാനത്തെ ഹോങ്കെ അറിയുമല്ലോ, നിനക്ക് ശ്രീമാൻ ഫർഹാദിനെ അറിയാമല്ലോ. അപ്പം നമ്മുടെ ഓന്ത് എന്താ പറഞ്ഞ? ഹാ പഹലെ ജബി ഹം മിലേ ഹേ തും ഉൻകാ ജിക്കർ കിയാ ഹേ. പഹലെ എന്ന് പറഞ്ഞാൽ മുമ്പ്, ജബി മിലേ എപ്പോൾ കണ്ടാലും, തും ഉൻകാ ജിക്കർ കിയാ ഹേ എന്ന് പറഞ്ഞാൽ പരാമർശിക്കും. നീ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ കാണുമ്പോഴൊക്കെ പറയാറുണ്ടല്ലോ മിസ്റ്റർ ഫർഹാദിനെ പറ്റി. ക്യാ ഹുവ ഉൻകോ. ക്യാ ഹുവ എന്ന് പറഞ്ഞാൽ എന്തു പറ്റി, അദ്ദേഹത്തിന് എന്തു പറ്റി? ഗിർഗിഡിനെ ഗിർഗിഡി അവാജ്മേ കഹ. ഗിർഗിഡ് എന്ത് ചെയ്തു? ഗിർഗിഡി അവാജ്മേ, ഓന്തിൻ്റെതായ ശബ്ദത്തിൽ. അവാജ് എന്ന് പറഞ്ഞാൽ ശബ്ദം എന്നാണ്. ഓന്തിൻ്റെതായ സൗണ്ടിൽ ചോദിച്ചു, അദ്ദേഹത്തിന് എന്തു പറ്റി? ഹുവ കുച്ചു നഹി ബുദ്ധു. ഒന്നും പറ്റിയില്ല. ബുദ്ധു എന്ന് പറഞ്ഞാൽ വിഡ്ഢി, ഫുൾ എന്നാണ് അർത്ഥം. വേ ജിസ് കിരായിക്ക് കമറേ മേ രഹത്തെ തേ. കിരായി എന്ന് പറഞ്ഞാൽ വാടക, കമറ എന്ന് പറഞ്ഞാൽ മുറി. എവിടെയാണോ, ഏത് വാടക മുറിയിലാണോ താമസിച്ചിരുന്നത്, അബ് നഹി രഹത്തെ ഇപ്പോൾ താമസിക്കുന്നില്ല. ഉനോനെ അപ്പന നയാ ഹർ ബനാലിയ. നയാ ഹർ എന്ന് പറഞ്ഞാൽ പുതിയ വീട്, ബനാലിയ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി. എന്തു പറ്റി? നമ്മുടെ ശ്രീമാൻ ഫർഹാദ് ഒരു വാടകമുറിയിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹം ഇനി അവിടെയല്ല, പുതിയ വീടുണ്ടാക്കി ഇനി അങ്ങോട്ട് പോവുകയാണെന്ന് നമ്മുടെ ചിപ്കിലി പറഞ്ഞു. ചിപ്കിലിനെ കഹ. ചിക്കിലി പറഞ്ഞു. തോ തുമേ ഇസ്സെ ക്യാ. ഗിർഗിഡ് ഗിർഗിഡായ. അതിന് നിനക്കെന്താ?
നമ്മുടെ ഗിർഗിഡ് നമ്മുടെ ഓന്തി ചോദിക്കുവാണ്, അതിന് നിനക്കെന്താ? മേര ജീന ദുഫർ ഹോ ഗയാ ഹെ. ജീന എന്ന് പറഞ്ഞാൽ ജീവിതം, ദുഫർ എന്ന് പറഞ്ഞാൽ ദുസ്സഹം. എൻ്റെ ജീവിതം ദുസ്സഹമായി. അതായത് ശ്രീമാൻ ഫർഹാദിൻ്റെ കൂടെയാണല്ലോ താമസിച്ചുകൊണ്ടിരുന്നത്. ഫർഹാദ് വീട് മാറുമ്പോൾ നമ്മുടെ ചിക്കിലിയുടെ ജീവിതം ദുസ്സഹമാകുമെന്ന്. और तुम कह रहे हो तुम्हें इससे क्या. എന്നിട്ട് നീ പറയുവാണോ അതിന് നിനക്കെന്താന്ന്? തും കവി രഹത്തെ ഹോത്തെ ഉൻകെ സാത്ത്. തും കവി നീ എപ്പോഴെങ്കിലും, രഹത്തെ ഹോത്തെ താമസിച്ചിരുന്നെങ്കിൽ, ഉൻകെ സാത്ത് കൂടെ, അദ്ദേഹത്തിൻ്റെ കൂടെ. സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ എന്നാണേ. തും കവി എന്ന് പറഞ്ഞാൽ നീ എപ്പോഴെങ്കിലും. ഉസ് കിരായിക്ക് കമറേ, ആ വാടകമുറിയിൽ, മേ തു കുച്ച് സമജ് പാത്തേ, എങ്കിൽ നിനക്ക് മനസ്സിലാകുമായിരുന്നു. കിത്തിനെ സലിക്കെ സേ രഹത്തെ തെഹം, ഞങ്ങൾ എത്ര അന്തസ്സോടെയാണ് ജീവിച്ചിരുന്നതെന്ന്. കിത്തിനെ എന്ന് പറഞ്ഞാൽ എത്ര, സലിക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തസ്സോടെ. ഉൻകെ പാസ് കിതാവോങ്കി വെടി വെടി അലമാരിയാൻ തീ, അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തുണ്ടായിരുന്നു? ഉൻകെ പാസ് അദ്ദേഹത്തിൻ്റെ അടുത്ത്, കിതാവോങ്കി പുസ്തകത്തിൻ്റെ, ബെടി ബെടി അലമാരിയാൻ തീ വലിയ വലിയ അലമാരകളുണ്ടായിരുന്നു. വേ കിതാവ് കി ആകെ രഹത്തെ, പുസ്തകത്തിൻ്റെ മുൻപിലായിരുന്നു അദ്ദേഹം. ആകെ എന്ന് പറഞ്ഞാൽ മുൻപിൽ. മേ കിതാവോങ്കി പീച്ചെ രഹത്തെ, മേ കിതാവോങ്കി പീച്ചെ ഞാൻ പുസ്തകത്തിൻ്റെ പിറകിൽ. മേ കിത്തനി ബാർ ഉൻകെ കപ്പളോങ്കി ഗലീമേ മിലി, അവരെ എവിടെയൊക്കെയാണ് കണ്ടുമുട്ടിയിരുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. മേ കിത്തനി ബാർ ഉൻസെ കപ്പളോങ്കി ഗലീമേ മിലി, വസ്ത്രങ്ങളുടെ ഇടയിൽ കണ്ടുമുട്ടിയിരുന്നു. ബർത്തൻകി ഗലീമേ മിലി, ബർത്തൻ എന്ന് പറഞ്ഞാൽ പാത്രം, ഞാൻ പാത്രങ്ങളുടെ ഇടയിൽ കണ്ടിരുന്നു. ദറാജ് മാർക്കറ്റ് മേ മിലി, വലിയ വലിയ ചന്തയിൽ കണ്ടുമുട്ടിയിരുന്നു. ഡസ്റ്റ്ബിൻ മേ ബി മിലി, ഡസ്റ്റ്ബിന്നിലും കണ്ടിരുന്നു. ജാഡുക്ക നീച്ചെ മിലി, നീച്ചെ എന്ന് പറഞ്ഞാൽ താഴെ, ജാഡു എന്ന് പറഞ്ഞാൽ ചൂല്, ചൂലിൻ്റെ താഴെയും കണ്ടിരുന്നു. ഹമേശ മുസ്കുരായ, നമ്മുടെ ഫർഹാദ് എന്ത് ചെയ്യുമായിരുന്നു? എവിടെ കണ്ടാലും ചിരിക്കുമായിരുന്നു, ഓടിച്ചുവിടില്ലെന്ന്, ചിരിക്കുക മാത്രമേ ചെയ്യുള്ളായിരുന്നു. മേരാ തജു കഹത്തെ ഹെ കി ചിപ്കലിയോങ്കി പീച്ചെ ജാഡു ലേക്കർ പടേ രഹനെ വാലോം സെ വോ നഹി ഹെ. തജുബ് എന്ന് പറഞ്ഞാൽ അനുഭവം, എൻ്റെ അനുഭവം പറയുവാണ്. ചിപ്കലിയോങ്കെ പീച്ചെ പല്ലിയുടെ പുറകെ, ജാഡു ലേക്കർ ചൂലും കൊണ്ട്, പടേ രഹനെ വാലോം സെ ഓടിക്കാൻ വേണ്ടി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പം നമ്മുടെ ഗിർഗിഡ് എന്ന് പറഞ്ഞു, ഹോത്താ ഹേ കുച്ചിലോ, അങ്ങനെയും ചിലരുണ്ട്. ഗിർഗിഡിനെ വാസിയിലെത്തേ ഹുയേക്കുക, വാസി എന്ന് പറഞ്ഞാൽ കോട്ടുവ വിടുക. കോട്ടുവ വിട്ടുകൊണ്ട് നമ്മുടെ ഗിർഗിഡ് എന്താ പറഞ്ഞേ? അങ്ങനെയും ചിലരൊക്കെ ഉണ്ട്. ഇന്ന് ഇത്രയും കൊണ്ട് നിർത്തുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി ഉടനെ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇടുന്നതായിരിക്കും വീഡിയോസ്. ഇനി നമ്മുടെ വേർഡ് മീനിങ്സ്, നമ്മൾ ഇന്ന് പഠിച്ച ഭാഗത്തെ വേർഡ് മീനിങ്സ് ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹിൽത്തി സെത്തി, വളരെ സന്തോഷത്തിലാണ്. ചിപ്കിലി എന്ന് പറഞ്ഞാൽ പല്ലി, ഗിർഗിഡ് എന്ന് പറഞ്ഞാൽ ഓന്ത്, ഫുൽന എന്ന് പറഞ്ഞാൽ വീർക്കുക, പിച്ചിക്കന എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക, രംഗ് ബദൽന നിറം മാറുക, ജിക്കർ കർണ പരാമർശിക്കുക, ഗിർഗിഡി അവാജ്മേ ഓന്തിൻ്റേതായ ശബ്ദത്തിൽ, ഗിർഗിഡായ ഓന്ത് പറഞ്ഞു, ദുഫർ ദുസ്സഹം, സലിക്ക അന്തസ്, ദരാജ് മാർക്കറ്റ് വലിയ ചന്ത, തച്ചൂബ് അനുഭവം, വാസിലേന കോട്ടുവായിടുക. ഇത്രയുമാണ് ഇന്ന് നമ്മൾ പഠിച്ച ഭാഗത്തെ വേർഡ് മീനിങ്സ്. ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.